ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞൾ കൃഷിയെക്കുറിച്ചുള്ളതാണ്. പുതുമഴയൊക്കെ പെയ്ത് കിട്ടിയിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് വലിയ കെയറിംഗ് ഒന്നും കൊടുക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് മഞ്ഞൾ കൃഷി. അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും കുറച്ച് മഞ്ഞൾ നമ്മൾ നട്ടിരിക്കണം. ഇത് ഗ്രോ ബാഗിലും ഇത് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞളാണത്. അപ്പോൾ ഈ മഞ്ഞൾ ഇത് വിളവെടുക്കുന്നതും പിന്നെ അത് പൊടിപ്പിക്കുന്നതായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റൊക്കെ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നടന്ന വീഡിയോയിലേക്ക് പോകട്ടെ. പണ്ട് കാലങ്ങളിൽ ചാണകപ്പാലിലൊക്കെ മുക്കിയത് നമ്മൾ നട്ടിരുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കീടബാധ കാറ്റാനൊക്കെ അത് വളരെ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടും സൂഡോമോണസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ സൂഡോമോണസ് ലായനിയിൽ മുക്കി ഇത് നല്ല തണലത്തിട്ട് ഉണക്കിയിട്ട് വേണം ഇത് നമുക്ക് നടാനായിട്ടാ. ഞാനിപ്പോൾ വാരം കൂട്ടിയിട്ടിട്ടാണ് മഞ്ഞൾ നടണത് കേട്ടോ. നിങ്ങളുടെ പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ ഈ വാരത്തിൻ്റെ പൊക്കം ഒന്നും കൂടി കൂട്ടി അത് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ നടാനുള്ള സ്ഥലം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഈ മഞ്ഞൾ നടാനുള്ള കുഴി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുഴി എടുക്കുമ്പോൾ ഈ രണ്ടാമത്തെ കുഴി തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം. ആ ഗ്യാപ്പുകളിൽ വേണം നമ്മൾ കുഴി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാപ്പൊക്കെ ഇട്ട് കുഴിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കാര്യം പ്രത്യേകം നമ്മൾ പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് തന്നെ അത് ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഓരോന്നും ചെയ്യുമ്പോഴല്ല നമുക്കതിൻ്റെ കൂടുതൽ അറിവുകളൊക്കെ നമുക്ക് കിട്ടണത്. മഞ്ഞൾ കൃഷി എന്ന് പറയുന്നത് അധികം പരിചരണമൊന്നും കൊടുക്കേണ്ട കൃഷിയല്ല കേട്ടോ. അടിവളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം അതിന് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള കൃഷിയെ അപേക്ഷിച്ച് കീടബാധയും രോഗബാധയൊക്കെ ഇതിന് വളരെ കുറവാണ്. ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചാണകവെള്ളം കലക്കി ഇടക്കിടക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അടിവളമായിട്ട് കൊടുക്കുന്നത് ചാണകവും ചാരവും കലർന്ന ഒരു മിശ്രിതമാണ്. അത് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ വളക്കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കുഴിച്ച ഒരേ കുഴികളിലേക്ക് ഒരേ പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചാരവും ഇത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളെ ഇതിനകത്തുള്ള മണ്ണും ഇതും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സായി കൊടുക്കുക. ഈ മുള വന്ന ഭാഗം മുകളിലോട്ടായിട്ട് നമ്മൾ ആ കുഴിയിലോട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മണ്ണിട്ട് മൂടുക. അതിനുശേഷം നമുക്ക് ഉണക്കക്കമ്പോ അല്ലെങ്കിൽ ഓലയോ അല്ലെങ്കിൽ ഉണക്കയിലൊക്കെ നമുക്ക് അതിന് ഒരു പൊത ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പുല്ലും അതിനിട്ട് കൊടുക്കാം പൊതയായിട്ട്. പക്ഷേ ഈ പച്ചപ്പുല്ല് അവിടെ കിടന്ന് മുളക്കണതിൻ്റെ പേരിൽ നമ്മൾ ഉണക്കല തന്നെ ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ഉത്തമം. ഗ്രോ ബാഗിൽ എങ്ങനെയാണ് മഞ്ഞൾ നടണത് നമുക്ക് നോക്കട്ടെ. അതിനായി ഞാൻ ഒരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കല എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ ഈ പോട്ടിംഗ് മിക്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോട്ടിംഗ് മിക്സ് എന്ന് പറയുന്നത് ചാരവും നമ്മുടെ ചാണകപ്പൊടിയും കേട്ടോ. ചാണകപ്പൊടിയും ചാരവും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗ്രോ ബാഗിലേക്ക് ആ ഉണക്കല കംപ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അടിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മുടെ കയ്യിൽ എന്തോരം ഉണ്ടോ അത്രയും നമുക്കത് നിറച്ച് കൊടുക്കുക. കാരണം ഈ ഉണക്കലയിൽ കാർബണൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത് പിന്നീട് അത് ദ്രവിച്ച് അതിന് തന്നെ വളമായിട്ട് അത് മാറും. ഈ വളക്കൂട്ടിലേക്ക് മണ്ണും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് ഗ്രോ ബാഗിലേക്ക് തന്നെ നിറക്കട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ പച്ചിലകളൊക്കെ ഒക്കെ നിറച്ച് കൊടുക്കട്ടോ. പക്ഷെ പച്ചിലകളിലൊക്കെ നന്നായിട്ട് നൈട്രജനൊക്കെ അടങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ അതും നല്ലതാണ് നമ്മുടെ ഈ മഞ്ഞളിനൊക്കെ കേട്ടോ. നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അതനുസരിച്ചിട്ട് നമുക്കത് ഗ്രോ ബാഗിലേക്ക് നിറക്കട്ടെ.
അപ്പോൾ നമ്മളെ പ്രോട്ടീൻ മിക്സിലേക്ക് ചാരം, ചാണകപ്പൊടി, പിന്നെ നമ്മളെ മണ്ണും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഗ്രോ ബാഗിലേക്ക് നിറക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം 2-3 മഞ്ഞൾ ഇതിനകത്ത് നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗ്രോ ബാഗിൽ മഞ്ഞളിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് 4 വേണമെങ്കിൽ ആക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വലിയ മഞ്ഞളുകളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ 3 ഇട്ട് അതിനുശേഷം നമുക്ക് ഉണക്കലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൊതിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.